അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 6 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇല്ലാതെ സാധാരണ പൊടിച്ചെടുക്കുന്ന ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഏലക്കാപ്പൊടിയും ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക തല്ലി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നോർമൽ മധുരമാണ്. കുറച്ചും കൂടെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഞ്ചസാര എടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് അടിച്ച് എടുക്കാം. അടിച്ചങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടണം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത്. ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയും മുട്ടയായിട്ട് ഒന്ന് യോജിച്ച് വരണം, അത്രയേ ഉള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചിരകി എടുത്ത തേങ്ങയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 1/2 മുറി തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും മുറുക്കി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തിട്ട് ഉള്ളതാണ്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാല് മുഴുവനും മുറുക്കി പിഴിഞ്ഞ് എടുക്കുന്നത്. അപ്പം നമ്മൾ തേങ്ങ മുറുക്കി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. ഞാൻ അരിച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലുണ്ടാവും. ഇനി തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നിറം മാറാത്ത രീതിയിൽ ഇതിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുവരെ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് എടുത്താലും മതി. നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ നനവെല്ലാം മാറി റോസ്റ്റായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാല് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് പാല്, 250 ml കപ്പിന് 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് നോക്കി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. നമ്മൾ 2.5 കപ്പ് പാലല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാലാക്കി എടുക്കണം. അതുവരെയും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പാല് വറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് വറ്റി കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പാല് വറ്റി 1.5 കപ്പ് പാലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ആദ്യം മുട്ട അടിച്ച് വെച്ചില്ലേ, ഇതിലേക്ക് ചൂട് മാറിയ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുത്തപ്പോൾ ഇതാ കണ്ടല്ലേ 1.5 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ ചിരുവിതിൽ നിന്നും പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലുണ്ട്. അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലല്ലേ. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ചുവയൊന്നും ഉണ്ടാവില്ല. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാവുന്നതാണ്. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം 2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കളറിലാണ് ഉണക്കമുന്തിരി എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കളർ എടുത്താലും മതി. ഈ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന ഈ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഉടൻ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ല, വാനില എസൻസോ ഏലക്കപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്മൂത്തായിട്ട് നല്ലോണം അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം വെള്ളമൊക്കെ വറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന തേങ്ങയില്ലേ, നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം, പൊടിയായിട്ട് ഇത് കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം മധുരമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെള്ളം നനവൊന്നുമില്ല, നല്ലോണം ഡ്രൈ ആയി കിട്ടണം. അതുപോലെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാമും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമാണ്. നമ്മളിത് മുട്ടയിലാണ് ചെയ്തെടുക്കുന്നതെന്ന് കഴിക്കുമ്പോൾ തോന്നേയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. മുട്ടയൊക്കെ കഴിക്കാത്ത കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കാം. ഇത് മുട്ട വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്, ആര് കഴിച്ചാലും പറയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മുട്ടയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം നല്ല ചൂടല്ലേ, ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇതൊന്നും വേണം നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ മുട്ടയും പാലും വെച്ചിട്ട് ഇതുപോലെ ഒരു സ്വീറ്റ് തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്